Good day, students. Today, our topic of discussion is another form of non-conventional energy source, that is energy from oceans. Oceans contain a vast amount of energy in different forms. Let us see how we can make use of the ocean energy and produce electricity. The ocean can produce two types of energy: thermal energy from the sun's heat and mechanical energy from the tides and waves. ഓഷനിൽ നിന്ന് രണ്ട് തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യൻ്റെ ചൂട് കാരണം വെള്ളം ചൂടായി വെള്ളത്തിൽ നിന്ന് നമുക്ക് തെർമൽ എനർജി, അതായത് ചൂട് കിട്ടുന്നു. We also get mechanical energy from the tides and waves. ടൈഡ്സ്, ഏറ്റം വേലിയിറക്കം, അതുകൂടാതെ തിരമാലകൾ, ഇവരുടെ മൂവ്മെൻറ്റ് കാരണം ആ മൂവ്മെൻറ്റിൽ നിന്നും നമുക്ക് മെക്കാനിക്കൽ എനർജി കിട്ടുന്നുണ്ട്. Ocean surface heated by some 70% of the incoming sunlight adds to the surface water thermal energy, causing expansion and flow. നമ്മുടെ ഉൾക്കടലിലുള്ള വെള്ളം, ഓഷ്യൻ വാട്ടർ is heated up by sunlight. ഓക്കെ, അപ്പോൾ വരുന്ന സൺലൈറ്റിൻ്റെ 70% ചൂട് ഈ വെള്ളം അബ്സോർബ് ചെയ്ത് ചൂടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻലി ഇക്വറ്റോറിയൽ റീജിയൻസിലേക്ക് സംഭവിക്കാം, ഇക്വേറ്ററിനടുത്തുള്ള സ്ഥലങ്ങളിൽ. അവിടെ വെള്ളം ചൂടായിട്ടുണ്ടെങ്കിൽ എർത്തിൻ്റെ പോൾസിൻ്റെ അടുത്തുള്ള വെള്ളം കമ്പാരിറ്റീവ്ലി കൂളറായിരിക്കും. അപ്പോൾ ഈ ഹോട്ട് വാട്ടർ, കൂളർ വാട്ടർ തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ ദേ ടെൻഡ് ടു ഫ്ലോ. ഓക്കെ, hot water tends to flow towards the cold water tends to flow towards the hot water. അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാകുമ്പോൾ ഓഷൻ കറൻസിന് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം വെള്ളം നീങ്ങുന്നുണ്ട്. Now, wind energy is stronger over the ocean due to less drag, and near surface winds induce wave action and cause wind-blown currents at about 3% of the wind speed. വിൻഡ് എനർജി കാരണം കൂടെ ഓഷ്യൻ സർഫസിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. വിൻഡ് ലാൻഡ് സർഫസിന് മേലെ കൂടെ വീശുമ്പോൾ ലാൻഡിൻ്റെ പ്രതലം റഫായതുകൊണ്ട്, അത്ര സ്മൂത്ത് അല്ലാത്തത് കൊണ്ട് വിൻഡ് വിൽ ഫേസ് റെസ്ട്രിക്ഷൻ. ഓക്കെ, ഒരു തടസ്സം അനുഭവപ്പെടും. അപ്പോൾ വിൻഡ് സ്പീഡിന് അത്ര കൂടാൻ നമുക്ക് പറ്റില്ല. പക്ഷെ വെള്ളത്തിൻ്റെ മേലെ കൂടെ വിൻഡ് വീശുകയാണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ സർഫസ് ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ വിൻഡ് സ്പീഡ് നാച്ചുറലി കൂടാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ വിൻഡ് സ്പീഡ്സ് നമുക്ക് ഓഷ്യൻ സർഫസിൽ പ്രതീക്ഷിക്കാം. ഹയർ വിൻഡ് സ്പീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വേവ്സും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഓഷ്യൻ എനർജി ഈസ് റിപ്ലെനിഷ്ഡ് ത്രൂ ടൈഡ്സ് ഫോംഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഓഫ് ദ മൂൺ ആൻഡ് സൺ. ഓഷ്യൻ എനർജിയിൽ വീണ്ടും ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ടൈഡ്സ് കാരണം ഉണ്ടാകുന്ന എനർജി, ടൈഡൽ എനർജി. ടൈഡൽ എനർജി മെയിനായിട്ട് സണ്ണിൻ്റെയും മൂണിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. From the ocean, we can divide the resources into mainly 3 categories, that are ocean tides. From ocean tides, we take potential energy associated with tides can be harnessed by building barrage or other forms of construction across an estuary. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ എസ്റ്റുറി എന്താണെന്ന് നോക്കാം. ഒരു ലാൻഡിലേക്ക് ഒരു ചെറിയൊരു പുഴ അല്ലെങ്കിൽ ഒരു തോട് ഉണ്ടെങ്കിൽ അതിനെ എസ്റ്റുറി എന്ന് വിളിക്കാം. ആൻഡ് ഇൻലെറ്റ് ഓഫ് വാട്ടർ ഇൻ ടു ദ ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ പുഴയ്ക്ക് കുറുകയോ തോടിന് കുറുകയോ നമ്മളൊരു ഡാം പോലെ, ചെറിയൊരു ഡാം പോലെ പണിത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ വേലിയേറ്റം വരുമ്പോൾ ഈ ഡാമിൽ കൂടെ വെള്ളം പുഴയിലേക്ക് കടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻലാൻഡിലേക്ക് വെള്ളം കൂടുന്നു. ഓക്കെ, വേലിയേറ്റം കഴിഞ്ഞ് വേലിയിറക്കം തുടങ്ങുമ്പോൾ നമ്മൾ ഡാം അടയ്ക്കുന്നു. ഡാം അടയ്ക്കുമ്പോൾ കടലിലുള്ള വെള്ളം നന്നായി താഴുകയും എന്നാൽ പുഴയിലുള്ള വെള്ളം അങ്ങനെ തന്നെ ഒരു ഹൈ ലെവലിൽ നിൽക്കും. അപ്പോൾ ഒരു വാട്ടർ ലെവൽ ഡിഫറൻസ് ഉണ്ടാകുമല്ലോ. ഓക്കെ, അപ്പോൾ വെള്ളം നമ്മളൊരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് നിലനിൽക്കുന്നത്. നമുക്ക് എപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിലോ ആ ഡാമിൽ നിന്ന് വെള്ളം കടത്തി വിട്ടാൽ വെള്ളം താഴേക്ക് കുത്തനെ ഒഴുകി ടർബൈൻ കറക്കുന്നു. അങ്ങനെയാണ്
നമ്മൾ ടൈഡൽ എനർജി എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. Now the next type is ocean waves. Kinetic energy and potential energy associated with ocean waves can be harnessed using modular types of technology. തിരമാലകളിൽ നിന്ന് നമുക്ക് തിരമാലയുടെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തിരമാല വളരെ വേഗതയിലാണ് നീങ്ങണത് അല്ലേ? അപ്പോൾ ആ മൂവ്മെൻറ്റ് കാരണം, ആ സ്പീഡ് കാരണം അതിൽ നിന്ന് കൈനറ്റിക് എനർജി കിട്ടും. പിന്നെ തിരമാലയ്ക്ക് നല്ല ഹൈറ്റിൽ കയറി ഇറങ്ങുന്നുണ്ട്, ചെറിയ ഹൈറ്റ് അല്ല, പല മീറ്ററുകൾ തന്നെ പൊക്കത്തിൽ തിരമാല കയറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് ഡിഫറൻസിൽ നിന്നും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടും, അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. Now the next type of ocean energy resource is the temperature gradient. Thermal energy due to temperature gradient between the sea surface and deep water can be harnessed using different ocean thermal energy conversion processes, OTEC processes. ഇതിൽ പറഞ്ഞു വരുന്നത് സൂര്യൻ്റെ ചൂട് കാരണം വെള്ളത്തിൻ്റെ സർഫസ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ എത്താം. എന്നാൽ ഒരു 1000 അടി താഴെ, 1500 2000 അടി താഴെയൊക്കെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് 8 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗിച്ച് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. Now let's look first into the ocean thermal energy conversion, OTEC systems. Ocean thermal energy conversion generates electricity indirectly from solar energy by harnessing the temperature difference between the sun-warmed surface of tropical oceans and colder deep waters. ഇപ്പോൾ ഇതിൽ പറയുന്നത് OTEC സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു. എവിടെ നിന്ന്? ഓഷ്യൻ വാട്ടറിൽ നിന്നാണ്. ഓഷ്യൻ വാട്ടറിൽ ഇൻഡയറക്ട്ലി നമുക്ക് സോളാർ എനർജി കാരണമാണ് ഇതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്ട്ലി ഒരു തരം സോളാർ എനർജി തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ സോളാർ എനർജിയുടെ ചൂട് കാരണം ഓഷ്യൻ്റെ ടോപ്പ് സർഫസിലും ഡീപ്പ് വാട്ടറിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. A significant fraction of solar radiation incident on the ocean is retained by the seawater in tropical regions, resulting in average year-round surface temperature of about 28 degrees centigrade. അങ്ങനെ ട്രോപ്പിക്കൽ റീജിയൻസ്, ഇക്വേറ്ററിനടുത്തുള്ള റീജിയൻസിൽ മിക്കപ്പോഴും സൺലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ആവറേജ് സീ സർഫസ് വാട്ടർ ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. Deep cold water, meanwhile, forms at higher latitudes and descends to flow along the sea floor towards the equator. നല്ല ആഴങ്ങളിൽ, അതായത് 1000 അടി താഴ്ചയിലൊക്കെ കൂൾ വാട്ടർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇക്വേറ്ററിൽ നിന്ന് നീങ്ങി കോൾഡർ പ്ലേസസ് ആയ പോൾസിനടുത്തുള്ള റീജിയൻസിൽ നിന്ന് കൂൾ വാട്ടർ താഴേക്കോടെ, സീ ഫ്ലോറിന് താഴേക്കോടെ ഒഴുകി ഇക്വേറ്ററിലേക്ക് എത്തുന്നുണ്ട്. Okay. Now, the warm surface layer, which extends to depths of about 100 to 200 meters, is separated from the cold deep water by a thermocline. The temperature difference, delta T, between the surface and the 1000-meter depth ranges from 10 to 25 degrees Celsius, with larger differences occurring in equatorial and tropical waters. ഇപ്പോൾ ഇതിൽ എങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നെന്നുള്ളത് പറയണേ. ഈ പിക്ചർ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ഇക്വേറ്ററിനടുത്തുള്ള റീജിയങ്ങളിൽ സർഫസ് വാട്ടറിൽ സൺലൈറ്റ് കാരണം ചൂടാകുന്നു. ഓക്കെ, അപ്പോൾ ഈ വാം വാട്ടർ ഇങ്ങനെ ഒരു മിക്സഡ് ലെയർ പോലെ ഉണ്ടാകുന്നത്. ചൂട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്നു. അപ്പോൾ ഇവിടെ ചൂടാണെങ്കിൽ വെള്ളത്തിന് അവിടെ നിന്ന് നീങ്ങാനാണ് ടെൻഡൻസി. എവിടേക്കാണ് നീങ്ങുക? കോൾഡർ പ്ലേസസിലേക്ക്. അങ്ങനെയാണെങ്കിൽ കോൾഡർ പ്ലേസസ് എന്നുള്ള വെള്ളം താഴെ കണ്ടോ, ഡീപ്പ് വാട്ടറിൽ താഴെ സീ ഫ്ലോറിൻ്റെ അടിക്കൂടെ ഈ റീജിയൻസിലേക്ക് ഒഴുകി വരുന്നു. ഡീപ്പ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ
ഇവർ രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏറ്റവും താഴെ തണുത്ത വെള്ളവും ഏറ്റവും മേലെ കുറച്ച് ചൂടുവെള്ളമാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ലെയർ ഒരു ഒരു മിക്സിങ് നടക്കുന്ന ഒരു ലെയർ ആയിരിക്കും. അവിടെയാണ് നമ്മൾ തെർമോക്ലൈൻ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിച്ച്. ഡീപ്പ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ, അതും കോൺസ്റ്റൻ്റ് ആണ്, 10 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. തെർമോക്ലൈനിൽ ആ ലെയറിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവില്ല. ഓക്കെ, അത് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിരിക്കും. പിന്നെ ടോപ്പ് സർഫസിലെത്തുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വേരിയിങ് ടെമ്പറേച്ചറുള്ള ലെയറിനെയാണ് നമ്മൾ തെർമോക്ലൈൻ എന്ന് വിളിക്കുന്നത്. തെർമോക്ലൈൻ ഉണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇങ്ങനെ നിലനിൽക്കും. അങ്ങനെ എങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാം. ഇവിടെ നമ്മുടെ എർത്തിൻ്റെ ഒരു മാപ്പാണ് തന്നിരിക്കണേ. അപ്പോൾ ഇവിടെ ഇതുപോലെ ഓഷ്യൻ വാട്ടർ നല്ല ടെമ്പറേച്ചർ ഡിഫറൻസിൽ, അതായത് 25 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 15 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് 25 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എവിടേക്കാന്നുള്ളതാണ് ഈ മാപ്പിൽ, ഈ കോൺടൂർ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാർക്ക് ആയിട്ട് കാണുന്ന റീജിയൻസിലെല്ലാം 24 ഡിഗ്രി സെൽഷ്യസിന് മേലെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് ടോപ്പ് വാട്ടറും ബോട്ടം വാട്ടറും തമ്മിൽ. അത് മെയിൻലി എവിടെയാണ്? ഇക്വേറ്ററിന് അല്ലേ, സെൻട്രൽ ഇക്വേറ്റർ റീജിയന് അടുത്തുള്ള റീജിയൻസിലാണ് ഇവിടെ. ഓക്കെ, പസഫിക് ഓഷ്യൻ്റെ ഒരു റീജിയനിലാണിത് അല്ലേ. ഇന്ത്യയുടെ അടുത്ത് അങ്ങനെ ഇല്ല. ഇന്ത്യയുടെ അവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് ഇവിടെ വൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, അതായത് ഡെപ്ത് ഇസ് ലെസ് ദാൻ 1000 മീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഓഷ്യൻ ഫ്ലോർ എന്ന് പറയുന്നത് 1000 മീറ്റർ പോലും എത്തുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ ഓഷ്യനിൽ ഏകദേശം ഇക്വേറ്റർ റീജിയനിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവിടെ നമുക്കൊരു 22 ഡിഗ്രി ടു 24 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ വല്ല ഓട്ടെക് പവർ പ്ലാന്റ്, പവർ ജനറേഷൻ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു സൈറ്റ് ഐഡിയൽ ആയിരിക്കും. Let us see what is an open OTEC cycle. Open OTEC cycle is also called a Claude cycle. Okay, now the different steps in this Claude cycle or open OTEC cycle are: flash evaporation of warm seawater in a partial vacuum. ആദ്യം തന്നെ വാം സീ വാട്ടറിനെ എടുത്തിട്ട് അതിനെ ഇവാപ്പറേറ്റ് ചെയ്യിക്കുക, സഡൻ ഇവാപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമുക്ക് നോക്കാം. വാം സീ വാട്ടറിനെ നമ്മൾ ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് എടുക്കുന്നു. അതിനെ വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ആദ്യം വേണമെങ്കിൽ ഡീ എയറേഷൻ നടത്താം, അതായത് വെള്ളത്തിൽ എന്തെങ്കിലും ഗ്യാസസ് ഉണ്ടെങ്കിൽ ഗ്യാസസിനെ മാറ്റാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഫ്ലാഷ് ഇവാപ്പറേറ്റർ ചേംബറിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ഫ്ലാഷ് ഇവാപ്പറേറ്ററിൽ സംഭവിക്കുക, സീ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുന്നു. ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സ്റ്റീമാണ് വരാം അല്ലേ. ഇനി ഈ ചേംബറിൽ എങ്ങാനും ഇത്തിരി ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും കടലിലേക്ക് ഒഴുക്കി ഡിസ്ചാർജ് ചെയ്ത് കളയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇസ് ദി എക്സ്പാൻഷൻ ഓഫ് ദി സ്റ്റീം ത്രൂ എ ടർബൈൻ ടു ജനറേറ്റ് പവർ. സ്റ്റീം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായി നേരെ ടർബൈനിലേക്ക് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റീം എന്ന് പറയുന്നത് ഇവാപ്പറേറ്റഡ് സീ വാട്ടർ ആണ്. അപ്പോൾ അതിൽ ഉപ്പ് മാറിയിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ ബി ഡീസാലിനേറ്റഡ് വാട്ടർ വേപ്പർ. ഓക്കെ, ഡീസാലിനേറ്റഡ് വാട്ടർ വേപ്പർ അപ്പോൾ നമ്മൾ നമ്മുടെ ടർബൈനും ജനറേറ്ററും കൂടിയിരിക്കുന്ന ടർബോ ജനറേറ്ററിലേക്ക് പാസ് ചെയ്യുമ്പോൾ ടർബൈൻ കറങ്ങുന്നു. കറങ്ങി തുടങ്ങിയാൽ ഈ എയർ പാസ് ചെയ്യുമ്പോൾ, സ്റ്റീം പാസ് ചെയ്യുമ്പോൾ ഈ ടർബൈൻ പതുക്കെ കറങ്ങി തുടങ്ങുന്നു. കറങ്ങുമ്പോൾ നമുക്ക് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, now the steam, what happens to the steam? Condensation of the vapor by direct contact heat transfer to cold sea water. അപ്പോൾ ഈ ടർബോ ജനറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്റ്റീമിൽ നിന്നിട്ട് നേരിട്ട് നമ്മൾ കണ്ടൻസറിലേക്ക് വിടുന്നു. കണ്ടൻസർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. ഡീപ്പ് സീയിൽ നിന്നുള്ള കോൾഡ് വാട്ടർ എടുത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റൽ പ്ലേറ്റ്.
ഇതിൻ്റെ മേലെ നമ്മൾ സ്റ്റീം ഒഴുക്കി വിടുമ്പോൾ സ്റ്റീം ഉടനെ കണ്ടൻസ് ചെയ്യുന്നു, ആ തണുത്ത വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോകുന്നു. നമുക്കൊന്നില്ലെങ്കിൽ സ്റ്റീമിനെ ഇങ്ങനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ഇല്ല എങ്കിൽ ഇവിടെ തണുപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റീമിനെ നമ്മൾ കണ്ടൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് പൈപ്പിൽ തന്നെ അത് കണ്ടൻസ് ചെയ്യിപ്പിച്ച് അതിനെ ഡീസാലിനേറ്റഡ് വാട്ടറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും പറ്റും, വേണമെങ്കിൽ വെള്ളം കടൽ വെള്ളം ഡീസാലിനേറ്റ് ചെയ്ത് ഡ്രിങ്കിങ് പർപ്പസസിനും അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. Now the last step is the compression and discharge of the condensate and any residual non-condensable gases. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ കണ്ടൻസേറ്റ് ആയ സ്റ്റീമിൻ്റെ വെള്ളം നമ്മളത് ഡിസ്ചാർജ് ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ കടലിലേക്ക് തിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡീസാലിനേറ്റഡ് വാട്ടറായിട്ട് യൂസ് ചെയ്യുന്നു. അതിന് കൂടെ കയറി വരുന്ന എന്തെങ്കിലും ഗ്യാസസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. Now, the entire system from this evaporator to the condenser operates at partial vacuum, typically at pressures of 1 to 3% of atmospheric pressure. അപ്പോൾ ഈ സൈക്കിൾ, ഓപ്പൺ ഒടെക് സൈക്കിൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് നോർമൽ പ്രഷറിലല്ല, നമ്മൾ കുറച്ച് പ്രഷർ കുറയ്ക്കും. ഓക്കെ, നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ 3% പ്രഷറിലൊക്കെയാണ്, 1 to 3% പ്രഷറിലൊക്കെയാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കാരണം ലോ പ്രഷറിലാണ് പെട്ടെന്ന് സീ വാട്ടർ സ്റ്റീമായിട്ട് മാറുക. അപ്പം അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ലോ പ്രഷറിൽ പ്രവർത്തിപ്പിക്കുന്നത്. The low system pressures of open cycle OTEC are necessary to induce boiling of the warm sea water. കണ്ടോ, സീ വാട്ടറിനെ പെട്ടെന്ന് ബോയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോ പ്രഷർ സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. Now the next type of OTEC cycle is the closed OTEC cycle. Okay. Closed എന്നതുകൊണ്ട് അർത്ഥം ഇവിടുത്തെ ഓപ്പറേറ്റിംഗ് മെഷീനറി ക്ലോസ്ഡ് ആയിരിക്കും, ഇതിലേക്ക് കടൽ വെള്ളം കടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം, ബ്രോഡായിട്ട് ജസ്റ്റ് പറയാം. വാം സീ വാട്ടർ നമ്മൾ ആദ്യം ഇവാപ്പറേറ്ററിലേക്ക് എടുക്കുന്നു. ഓക്കെ, പക്ഷേ ഇവാപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വിടുന്നില്ല, ഇവാപ്പറേറ്ററിൻ്റെ സൈഡിൽ കൂടെയുള്ള പൈപ്പിൽ കൂടെയാണ് കടന്നു പോകുക. അപ്പോൾ കടൽ വെള്ളത്തിൻ്റെ ചൂട് കാരണം ഇവാപ്പറേറ്ററിൻ്റെ ഉള്ളിലൊരു ലോ ബോയിലിംഗ് പോയിന്റുള്ള വേറെ ഏതെങ്കിലും ലിക്വിഡ് ആയിരിക്കും, യൂഷ്വലി ഓർഗാനിക് ലിക്വിഡ്സ് ഓർ ആൽക്കഹോൾസ്. അപ്പോൾ സീ വാട്ടറിൻ്റെ ചൂട് കാരണം ഈ ഓർഗാനിക് ലിക്വിഡ് ഒരു 10 ഡിഗ്രിയോ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് വേപ്പറായിട്ട് മാറുന്നു. ഈ വേപ്പേഴ്സാണ് എന്നിട്ട് ടെർബൈനിലേക്ക് കടന്ന് ടെർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യിക്കുന്നത്. ഈ വേപ്പേഴ്സിന് തന്നെ നമ്മൾ കണ്ടൻസേറ്റിലേക്ക് വിടുമ്പോൾ ഇവാപ്പറേറ്ററിൽ ചെയ്ത പോലെ തന്നെ കണ്ടൻസേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോൾഡ് സീ വാട്ടർ കടത്തി വിടുന്നില്ല, സൈഡിൽ കൂടെ പൈപ്പിൽ കൂടെ നമ്മൾ കടത്തി വിടുമ്പോൾ ആ തണുപ്പ് കാരണം ഈ വേപ്പേഴ്സ് വീണ്ടും ലിക്വിഡായിട്ട് കണ്ടൻസേറ്റിൽ ഓർഗാനിക് ലിക്വിഡ് അല്ലെങ്കിൽ ആൽക്കഹോളായിട്ട് ലിക്വിഡ്സ് ആയിട്ട് മാറുന്നു. ഈ ഫ്ലൂയിഡിനെ വീണ്ടും നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് കടത്തി വിടണം. അപ്പോൾ ഇതിങ്ങനെ സൈക്കിൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇത് ഈ ഓർഗാനിക് ലിക്വിഡിനെ നമ്മൾ കളയോ ഒന്നും ചെയ്യുന്നില്ല, ഇത് തന്നെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. The specific process adopted for closed cycle OTEC is the Rankine or vapor power cycle. ഇങ്ങനെ നമ്മൾ വേപ്പേഴ്സിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ റാങ്കൈൻ സൈക്കിൾ അല്ലെങ്കിൽ വേപ്പർ പവർ സൈക്കിൾ എന്ന് വിളിക്കുന്നു. Heat transfer from the warm sea surface water occurs in the evaporator, producing a saturated vapor from the working fluid. ഇപ്പോൾ വാം സർഫസ് സീ വാട്ടറിൽ നിന്ന് നമ്മൾ ആ ഹീറ്റ് എടുത്തിട്ട് ഒരു വർക്കിംഗ് ഫ്ലൂയിഡിനെ വേപ്പറാക്കി മാറ്റുന്നു. ഇവാപ്പറേറ്ററിലാണ് ആദ്യം സംഭവിക്കുന്നത്. അങ്ങനെ വർക്കിംഗ് ഫ്ലൂയിഡ് വേപ്പേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് വെൻ ദിസ് വർക്കിംഗ് ഫ്ലൂയിഡ് വേപ്പർ ടേൺസ് ദ ടർബൈൻ. സോ ദിസ് വേപ്പേഴ്സ് are passed to the turbine starts to rotate, then the generator starts to produce electricity. The heat is transferred then from the vapor to the cold sea water in the condenser, and the resulting liquid is pressurized with a pump to repeat the cycle. So this
Working fluid vapor then is moved past to the condenser where it is cooled by the cold seawater. Okay. And this liquid is then again passed by a pump to the evaporator. Hence, this cycle is again repeated. Now, let us see what are the different aspects of OTEC systems. That is it harmful or is it beneficial? The commercial aspects or the beneficial aspects are it helps to produce fuels like hydrogen, ammonia, and methanol. Okay. So, it can produce these fuels. It produces baseload electrical energy. It can produce electricity. It produces desalinated water for industrial, agricultural, and residential uses. Okay. It is especially beneficial for small islands as they can become self-sufficient. In small ഐലൻഡ്സിലൊക്കെ അങ്ങനെ ഒരു ഇൻഡസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്താൽ അവിടുത്തെ എക്കണോമീനെ നമുക്ക് മെച്ചപ്പെടുത്താം. Now, what are the environmental aspects? Are there any environmental issues? Fish eggs and larvae are destroyed. Okay. അപ്പോൾ സ്പോൺ ചെയ്യുന്ന ഏരിയാസ് ഫിഷസിൻ്റെ നഴ്സറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഷനിൽ ആ നല്ലൊരു ഒപ്റ്റിമം ടെമ്പറേച്ചേഴ്സിലൊക്കെ ചിലപ്പോൾ ഫിഷ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസ് ആയിരിക്കും. അവിടുത്തെ ഫിഷ് ലാർവ അല്ലെങ്കിൽ ഫിഷ് എഗ്സ് ഒക്കെ നശിപ്പിക്കപ്പെടാം. ക്ലോറിൻ യൂസ്ഡ് ഫോർ പ്രിവെൻറ്റിംഗ് ബയോഫൗളിംഗ് ഇസ് ഹസാർഡസ് ഫോർ മെറൈൻ ആനിമൽസ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു പവർ പ്ലാന്റ് നമ്മൾ കടലിൻ്റെ ഒത്ത് നടുക്ക് സ്ഥാപിക്കുമ്പോൾ ഉപ്പുവെള്ളം കാരണം ആ മെഷീനറിയിലൊക്കെ പായല്, പൂപ്പല്, അങ്ങനെ ഒരു റസ്റ്റിംഗ് അങ്ങനെ സംഭവിക്കും. അപ്പോൾ ആ മെഷീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോറിൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യും. അപ്പോൾ ക്ലോറിൻ സീ വാട്ടറിലേക്ക് കടക്കും. സീ വാട്ടറിൽ കടന്നാൽ അവിടുത്തെ മീനുകൾക്കൊക്കെ അത് ഹാംഫുൾ ആണ്, മെറൈൻ ആനിമൽസിനൊക്കെ ഹാംഫുൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ പൂപ്പല് പിടിക്കുന്ന പ്രോസസ്സ് അതിനെയൊക്കെയാണ് നമ്മൾ ബയോഫൗളിംഗ് എന്ന് പറയാം. ബയോഫൗളിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോറിൻ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. മിക്സിംഗ് ഓഫ് വാം ആൻഡ് കോൾഡ് സീ വാട്ടർ ടേക്സ് പ്ലേസ്. ഓക്കെ. നമ്മളുടെ കടലിൽ തന്നെ മേലെ ഹോട്ട് വാട്ടറും വാം വാട്ടറും ഡെപ്തിൽ 1000 അടി താഴെയാണ് കോൾഡ് വാട്ടർ ഉള്ളത്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ കുറേ ഹാബിറ്റാറ്റ്സിന് അത് സൗകര്യമാണ്. വാം വാട്ടേഴ്സിലായിരിക്കും ചില ഫിഷസ് ജീവിക്കാം, കോൾഡ് വാട്ടറിലായിരിക്കും വേറെ ഫിഷസ് ജീവിക്കാം. അപ്പം അങ്ങനത്തെ ഡിഫറൻസ് നിലനിൽക്കുന്നത് കുറേ മീനുകളുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓട്ടിക് സിസ്റ്റംസ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട് അവസാനമല്ലേ കണ്ടൻസേറ്റിൽ. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സ്ഡ് വാട്ടറിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയാണെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള അവിടെ വളരുന്ന മെറൈൻ ആനിമൽസിന് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ടെമ്പറേച്ചേഴ്സ് മാറും. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാറിയാൽ പിന്നെ അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. OTEC is yet untested on large scale over a long period of time. OTEC സിസ്റ്റംസ് ചെറിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലാർജ് സ്കെയിലായിട്ട് ഇതുവരെ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നുള്ളത് കൃത്യം സ്റ്റഡി ചെയ്തിട്ടില്ല. ലാർജ് സ്കെയിൽ മാത്രമല്ല, നീണ്ട കാലത്തേക്ക് ഇതുവരേക്കും ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. So this was an overview about the ocean thermal electric conversion systems. We extract the thermal energy in the oceans to produce electricity. Now the next type of ocean energy is the tidal energy. Okay. Tidal power generators derive their energy from movement of tides. വേലിയേറ്റം വേലിയിറക്കത്തിൽ നിന്നാണ് tidal power generators energy produce ചെയ്യുന്നത്. It has potential for generation of large amount of electricity or can be used in smaller scale. വലിയ തോതിലും ചെറിയ തോതിലും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Tidal power is not a new concept and has been used since at least the 11th century in Britain and France for the mining of grains. 11th century മുതലേ പ്രവൃത്തിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ടൈഡൽ പവർ ജനറേഷൻ. അന്നത് പൊടിപ്പിക്കാൻ വേണ്ടി, ധാന്യങ്ങൾ പൊടിപ്പിക്കാൻ വേണ്ടിയാണ്
അന്നത് ധാന്യങ്ങൾ പൊടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്മോൾ സ്കെയിലാണ് ഉപയോഗിച്ചിരുന്നത്. The first tidal power plant was installed in 1966 at Lorance in France. അവിടുത്തെ ടൈഡൽ പവർ പ്ലാന്റിൻ്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ലേക്ക് സൈഡാണ്, ഇത് സീ സൈഡാണ്. വേലിയേറ്റത്തിൻ്റെ നേരത്ത് ഈ ഡാമിൽ കൂടെ വെള്ളം കയറിയിരുന്നു. ഡാം പിന്നെ അടച്ചു. വേലി ഇറക്കത്തിൻ്റെ നേരത്ത്, മാക്സിമം വേലി ഇറക്കമായ നേരത്ത് ഈ രണ്ട് വെള്ളം തമ്മിൽ അത്യാവശ്യം ഹൈ ഡിഫറൻസ് വന്നപ്പോൾ ഡാമിൻ്റെ ഗേറ്റ് വേസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ലൂസുകൾ തുറന്നു വിടുമ്പോൾ ഇതിൽ കൂടെ വെള്ളം കടലിലേക്ക് ഒഴുകുന്നു. ആ ഒഴുകുമ്പോഴാണ് ടർബൈനുകൾ, താഴെയുള്ള ടർബൈനുകൾ കറങ്ങി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. Now let us see how tides are produced. Tides are the periodic rise and fall of seawater level due to gravitational pull by moon and sun on the water on Earth's surface. Rotation of Earth also produces tidal effects. Okay, so mainly due to the gravitational pull of the moon. Okay, മൂണിൻ്റെ ഇവിടെ മൂണിനെ കാണാം നമുക്ക് പിക്ചറിൽ, ഇവിടെ സണ്ണിനെ കാണാം. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു ദി ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഓഫ് ദ മൂൺ, വാട്ടർ സർഫസിലുള്ള വെള്ളത്തിനല്ല ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവാൻ പറ്റുന്നത്. റോക്കിനും ലാൻഡിനൊന്നും ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതാണോ ആ ഫ്ലെക്സിബിൾ മീഡിയം, ആ മീഡിയം ഈ അട്രാക്റ്റീവ് ഫോഴ്സസ് കാരണം മൂണിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു. കൂടുതൽ അട്രാക്റ്റ് ആവാൻ കാരണം മൂണിൻ്റെ ഡിസ്റ്റൻസ് കുറവല്ലേ. The sun is also having a gravitational attraction on the water surface, but അതിൻ്റെ തോത് എന്ന് പറയുന്നത് അത്ര അധികം ഉണ്ടാവില്ല, because the sun is very far from us. Okay, still it has gravitational effects on the water surface. എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം, എർത്ത് ഒരു ആക്സിസിൽ നിന്നിട്ട് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഈ റൊട്ടേഷൻ കാരണവും ഇങ്ങനെ വെള്ളം ബൾജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ടൈഡ്സ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. In a period of 24 hours and 50 minutes, there are 2 high tides and 2 low tides at a place. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ പൊസിഷനിൽ മൂൺ നിൽക്കുകയാണ്, അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഹൈ ടൈഡ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇനി മൂണിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ലോ ടൈഡ് ആയിരിക്കും. വീണ്ടും മൂൺ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഹൈ ടൈഡ് വരും. ഓക്കെ, ദെൻ മൂൺ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ലോ ടൈഡ് ആയിരിക്കും ഇവിടെ. ദെൻ ഇവിടെ തിരിച്ചെത്തുമ്പോൾ ആ ഒരു പീരീഡിൽ 24 hours and 50 minutesൻ്റെ ഒരു പീരീഡിൽ 2 ഹൈ ടൈഡ്സും 2 ലോ ടൈഡ്സും വന്നിട്ടുണ്ടാവും ഒരു സ്ഥലത്ത്. The tidal range is the difference in water level during high and low tides. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഹൈ ടൈഡിലും ലോ ടൈഡിലും ഉണ്ടാകുന്ന വാട്ടർ ലെവലിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു അളവിന് വളരെ പ്രാധാന്യമുണ്ട് അവിടെ നമുക്ക് ഒരു ടൈഡൽ പവർ ജനറേറ്റർ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണേൽ. ഡ്യൂറിങ് സ്പ്രിംഗ് ടൈഡ്സ് ദ ടൈഡൽ റേഞ്ച് ഇസ് ലാർജ്. ഓക്കെ, ഇനി സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എർത്തിൻ്റെ പൊസിഷൻ സണ്ണിനും മൂണിനും കൃത്യ ഇടയിൽ ഇങ്ങനത്തെ പൊസിഷനിൽ വരാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുൾ ബൈ ദ സൺ ആൻഡ് മൂൺ വിൽ ബി മാക്സിമം. Hence, the water will be bulging maximum towards these sun and moon. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൈ ടൈഡ് കിട്ടുന്നു, ഇവിടെ നമുക്ക് ഹൈ ടൈഡ് കിട്ടുന്നു, ഇവിടെ ലോ ടൈഡ് കിട്ടുന്നു, ഇവിടെ ലോ ടൈഡ്. അപ്പോൾ മാക്സിമം ഹൈ ടൈഡും ഏറ്റവും മിനിമം വരാവുന്ന ലോ ടൈഡാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, മാക്സിമം ആയിരിക്കും അല്ലേ. ഇങ്ങനെ ഉണ്ടാവുന്ന ടൈഡ്സിനെയാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, മൂണിൻ്റെ പൊസിഷൻ ഇവിടെ വന്നാലും, ഓക്കെ, അതായത് എർത്തിൻ്റെ ലൈനിൽ തന്നെ സൺ മൂണും ഒരേ ലൈനിൽ വന്നാൽ വീണ്ടും ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൂടുന്നതുള്ളൂ. ഇവിടെയും നമുക്കപ്പോൾ ഹൈ ടൈഡ്സും ഈ ലൊക്കേഷനിൽ നമുക്ക് ലോ ടൈഡ്സും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ ടൈഡൽ റേഞ്ച് ഏറ്റവും കൂടി നിൽക്കുന്ന ആ ടൈഡ്സിനെ നമുക്ക് സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കാം. Now during neap tides the tidal range is small. When the moon is coming at these positions, okay, അതായത് എർത്തിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, പെർപെൻഡിക്കുലർ പൊസിഷൻസിലാണ് സൺ ആൻഡ് മൂൺ വന്ന് നിൽക്കുന്നതെങ്കിൽ ടോപ്പ് പിക്ചറിൽ നോക്കുമ്പോൾ the sun is pulling the water towards this side
and the moon is also pulling the water towards the side. അല്ലേ? ഒരേപോലെ രണ്ട് വശത്തേക്ക് പുൾ ചെയ്യുമ്പോൾ ഇവിടെ ടൈഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ്, അതിൻ്റെ ഹൈറ്റ് വളരെ കുറവായിരിക്കും. വലിയ വ്യത്യാസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൂണിൻ്റെ ഈ പൊസിഷൻസിൽ നമുക്ക് ഉണ്ടാവുന്ന ടൈഡ്സിനെയാണ് നമ്മൾ നീപ്പ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. Now during neap tide, the tidal range will be very small. Tidal ranges vary from place to place depending on the profile of shoreline and water depth. Okay. അപ്പോൾ ടൈഡൽ റേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു ടൈഡൽ പവർ പ്ലാന്റ് സെറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷെ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് ഈ എർത്തും സണ്ണും മൂണിൻ്റെയും പൊസിഷൻ വെച്ച് മാത്രമല്ല തീരുമാനിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ ആ തീരത്തിൻ്റെ ഷോർ ലൈനിൻ്റെ നേച്ചർ, ആ ഷോർ ലൈനിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ ആ ഷോറിലുള്ള സീ ഫ്ലോറിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത്. ചില കടൽ തീരങ്ങളിലൊക്കെ പെട്ടെന്ന് ഫ്ലോറ് താഴും, അടുത്ത് തന്നെ കുറച്ച് നീങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു 100 അടി 200 അടിയിലേക്കൊക്കെ താഴ്ചയിലേക്ക്. പക്ഷെ ചില തീരങ്ങളിൽ, കടൽ തീരങ്ങളിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുക, നീളത്തിലേക്ക് ഷോർ ലൈൻ ഭയങ്കര ഷാലോ ആയിട്ടിരിക്കുകയായിരിക്കും, അത്ര ഡെപ്തിലേക്ക് പോവില്ല. ഓക്കെ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാകുന്ന ടൈഡൽ റേഞ്ചസിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും. ഓക്കെ. ചില സ്ഥലങ്ങളിലുള്ള ടൈഡൽ റേഞ്ച് പറയാം. കാനഡ പോലത്തെ രാജ്യങ്ങളിൽ ടൈഡൽ റേഞ്ച് ഒക്കെ 20 meters വരെയൊക്കെ വരാമെന്നാണ് പറയണത്. ഓക്കെ. നേരെ മറിച്ച് ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്ത് ഏരിയയിലൊക്കെ ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത് അവിടെ 8 to 10 meters വരെയാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ടൈഡൽ റേഞ്ച് ഏകദേശം 1 meter ഒക്കെയാണ്, മോർ ദാൻ 1 meter ആണ് നമുക്ക് കേരളത്തിലുള്ള ടൈഡൽ റേഞ്ച്. So this will vary from place to place depending on the nature of that shoreline and the water depth. Now let us see how these changing tides produce electricity. Electricity is generated by the spinning of turbines. Turbine കറങ്ങി തുടങ്ങിയാൽ നമുക്ക് electricity generate ചെയ്യാൻ പറ്റും. Okay. Now there are two types of tidal energy that can be extracted. The kinetic energy of the currents between ebbing and surging tides, and potential energy from the difference in height between high and low tides. Okay. അപ്പോൾ ഈ പിക്ചറിലേക്ക് നമുക്ക് നോക്കാം. Now when there is a high tide, okay, സീയുടെ വാട്ടർ ലെവൽ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ലേക്കിലേക്ക് ഇതുപോലെ ഒരു ഡാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡാമിൻ്റെ അടിയിൽ കൂടെയുള്ള സ്ലൂസ് ഗേറ്റ്സ് നമ്മൾ തുറന്നു വെക്കും. തുറന്നു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? കടലിൽ നിന്നുള്ള വെള്ളം ഈ ലേക്കിലേക്ക് കടക്കുന്നു, ഇൻലാൻഡിലേക്ക് കടക്കുന്നു. ഓക്കെ. അപ്പം അങ്ങനെ ലേക്ക് നിറയുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ആ മൂവ്മെൻറ്റ് കാരണം, അല്ലേ, ഈ മൂവ്മെൻറ്റ് കാരണം ഇവിടെ വെച്ചിരിക്കുന്ന ടെർബൈന് കറങ്ങാം. അപ്പോൾ കൈനറ്റിക് എനർജി ബിറ്റ്വീൻ ദീസ് ടൈഡ്സ് ക്യാൻ ബി ടേക്കൺ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇനി രണ്ട് രീതിയിൽ വെള്ളത്തിന് മൂവ് ചെയ്യാം, അല്ലേ. വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളത്തിന് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനെ സർജിങ് ടൈഡ് എന്ന് അല്ലെങ്കിൽ ഫ്ലഡ് ടൈഡ് എന്ന് വിളിക്കാം. ഓക്കെ. ആ നേരത്ത് ടെർബൈൻ കറക്കാം. കൂടാതെ വേലി ഇറക്കത്തിന് സമയത്ത് എന്താ, സീയിലെ വെള്ളം കുറയാണെങ്കിൽ വെള്ളം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകാം, അല്ലേ. താഴത്തെ ഫിഗറിൽ അങ്ങനെയല്ലേ. അപ്പോൾ ലേക്കിൽ നിന്ന് കടലിലേക്കാണ് ഒഴുകണേ. അപ്പോഴും ഈ ടെർബൈൻ കറങ്ങുന്നു വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണം. അപ്പം ഇതിനെ നമ്മൾ എബിങ് ടൈഡ് എന്ന് വിളിക്കാം. എബിങ് ടൈഡ്, എബ് ടൈഡ് എന്ന് വിളിക്കാം. അങ്ങനെ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണം അതിലുള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് നമുക്ക് ടെർബൈൻ കറക്കിക്കാം. ഓക്കെ. ഈ രണ്ടാമത്തെ കാര്യമാണ് പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി ടാപ്ഡ് ഫ്രം ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ ടൈഡ്സ്. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹൈ ടൈഡ് സംഭവിക്കുമ്പോൾ നമ്മൾ വെള്ളം കടത്തി വിടുന്നു, സ്ലൂസ് ഗേറ്റ്സ് കൂടെ കടത്തി വിട്ടിട്ട് ഈ ഗേറ്റ്സ് അടച്ചു വെക്കും. ഓക്കെ. എന്നിട്ട് ലോ ടൈഡ് വന്നിട്ട് ലോ ടൈഡിൻ്റെ പീക്ക് എത്തുമ്പോൾ, ഏറ്റവും മിനിമം വാട്ടർ ലെവൽ എത്തുമ്പോൾ, അപ്പോൾ നമ്മുടെ ഡാമിൻ്റെ ഒരു വശത്ത് വെള്ളം നന്നായി നല്ല ഹൈറ്റിൽ നിൽക്കുന്നു, മറുവശത്ത് വെള്ളം നല്ല താഴ്ചയിൽ നിൽക്കുന്നു, അല്ലേ. അപ്പോൾ നമ്മൾ ആ നേരത്ത് വളരെ ഹൈറ്റ് ഡിഫറൻസ് ഉപയോഗിച്ച്, വെള്ളത്തിൻ്റെ ആ ഹൈറ്റ് ഡിഫറൻസ് ഉപയോഗിച്ച്
ടൈഡ് ചിലപ്പോൾ നേരത്തെ നടക്കുന്നുണ്ടാവില്ല. വേലിയേറ്റത്തിൻ്റെ സമയമോ വേലിയിറക്കത്തിൻ്റെ സമയമാവണമെന്നില്ല അല്ലേ. വേലിയിറക്കം കഴിഞ്ഞിരിക്കുന്ന നേരത്ത് നമുക്ക് എപ്പോഴാണോ ഇലക്ട്രിസിറ്റി ആവശ്യമുള്ളത് ആ നേരത്ത് ഡാമുകൾ തുറന്നു വിട്ടാൽ മതി. സ്ലൂസ് ഗേറ്റ്സ് തുറക്കുമ്പോൾ ആ ഹൈറ്റ് ഡിഫറൻസ് കാരണം ലേക്ക് സൈഡിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നു. ഓക്കെ, അങ്ങനെ ഒഴുകി തുടങ്ങിയാൽ ആ ഹൈറ്റ് ഡിഫറൻസിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജീനെ ആണ് നമ്മൾ ടർബൈൻ വെച്ച് കറക്കി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, now let us try to measure the potential energy. The potential energy contained in a volume of water is E is equal to mgx, where x is the height of the tide, m is the mass of water and g is the acceleration due to gravity. അപ്പം നമുക്ക് ആ ടൈഡിൻ്റെ ഹൈറ്റ് അറിയാമെങ്കിൽ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യാൻ പറ്റും. അതിനെ മെഷർ ചെയ്യാനുള്ള ഇക്വേഷനാണ് mgx, where m is the volume of water stored, g is the acceleration due to gravity 9.8 meter per second square, and x is the height of that high tide. Therefore, a tidal energy generator must be placed in a location with very high tidal range. Okay, ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉള്ള സ്ഥലത്താണ് നമുക്ക് മാക്സിമം ടൈഡൽ എനർജി കിട്ടാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് mgxൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റാം എക്സ് എന്ന് പറയുന്ന ആ വാല്യൂ എളുപ്പം കൂട്ടാനാണ് പറ്റുക നമുക്ക്. ഓക്കെ, അപ്പോൾ എക്സ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്, അതായത് ടൈഡൽ റേഞ്ച്, ടൈഡിൻ്റെ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ടൈഡൽ എനർജി ജനറേറ്റേഴ്സ്, ടൈഡൽ പവർ പ്ലാന്റ്സ് സ്ഥാപിക്കുക. Now in this, water is able to flow in both directions അല്ലേ. രണ്ട് ഡയറക്ഷനിലും ടൈഡ് ഉള്ളിലേക്ക് വരുമ്പോഴും ടർബൈൻ കറങ്ങുന്നു, ടൈഡ് പുറത്തേക്ക് പോകുമ്പോഴും ടർബൈൻ കറങ്ങുന്നു. The tidal power involves a dam known as a barrage across an estuary. Okay, അപ്പോൾ എസ്റ്ററി എന്ന് പറയുന്നത് ലാൻഡിലേക്കുള്ളൊരു ഇൻലെറ്റാണ്, വെള്ളത്തിൻ്റെ ഒരു ഇൻലെറ്റാണ്. അതിന് കുറുകെ നമ്മളൊരു ഡാം പണിതിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ടൈഡൽ പവർ പ്ലാന്റ് എന്ന് പറയും. The sluice gates on the barrage allow the tidal basin to fill on the incoming high tides and to exit through the turbine system on the outgoing tide, known as the ebb tide. അപ്പോൾ ഈ ഡാമിലുള്ള സ്ലൂസ് ഗേറ്റ്സ് വഴിയാണ് ഹൈ ടൈഡ് വരുമ്പോൾ ലേക്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നതും ലോ ടൈഡ് വരുമ്പോൾ കടലിലേക്ക് തിരിച്ച് വെള്ളം ഇറക്കി വിടുന്നതും. അതിനെ വെള്ളം തിരിച്ചു പോണതിനെയാണ് നമ്മൾ എബ് ടൈഡ് എന്ന് വിളിക്കുന്നത്. Ebb generating systems are more favored than flood generating systems. ഇതിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വേലി കയറ്റത്തിൻ്റെ നേരത്ത്, അതായത് ഫ്ലഡ് ടൈഡ് വരുമ്പോൾ ടർബൈൻ കറങ്ങുന്നു, ആ നേരത്ത് നമുക്ക് ടൈഡൽ പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം അല്ലേ. അതിനെയാണ് ഫ്ലഡ് ജനറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുക. പിന്നെ വേലി ഇറക്കത്തിൻ്റെ നേരത്ത് ടർബൈൻ കറങ്ങുന്നു, ആ നേരത്ത് അതിനെ എബ് ജനറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ഈ രണ്ട് നേരത്തും ടൈഡൽ പവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കില്ല. ഈ വേലി ഇറക്കത്തിൻ്റെ നേരത്തുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അതായത് എബ് ജനറേറ്റിംഗ് സിസ്റ്റംസിനെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി. Let us see the advantages of tidal energy. It is an inexhaustible source of energy അല്ലേ. ടൈഡൽ എനർജി തീർന്നു പോകുന്നില്ല, ഒരിക്കലും തീർന്നു പോകുന്നില്ല. It is environment friendly energy and doesn't produce greenhouse gases. Tidal energy ഒരു ബൈ പ്രോഡക്റ്റും ഒന്നും തന്നെ ഇല്ല. As 70% of Earth's surface is covered by water, there is scope to generate this energy on large scale. Earth സർഫസിൻ്റെ 3% വെള്ളം തന്നെയാണ് അല്ലേ. അപ്പോൾ വെള്ളത്തിൽ നിന്നുള്ള ഈ എനർജി നമുക്ക് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. We can predict the rise and fall of tides as they follow the cyclic fashion. Okay, വെള്ളം എപ്പോഴാണ് വേലിയേറ്റം എപ്പോഴാണ്, വേലി ഇറക്കം എപ്പോഴാണെന്നുള്ളതും നമുക്ക് കൃത്യം അറിയാം. അപ്പം നമുക്ക് ആ കൃത്യം നേരത്തും നമുക്ക് ടൈഡൽ പവർ പ്ലാന്റ് ജനറേറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. Efficiency of the tidal power is far greater as compared to coal, solar or wind energy. Its efficiency is around 80%.
ഓക്കെ, അപ്പോൾ ബാക്കി നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസും അല്ലെങ്കിൽ കൺവെൻഷണൽ എനർജി സോഴ്സസിനേക്കാളും ഈ എനർജിയുടെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതായത് നമ്മൾക്ക് ഉള്ള എനർജിയിൽ നിന്ന് മാക്സിമം നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റിയുടെ ശതമാനം കൂടുതലാണ്. 80% ഉണ്ട്. Although the cost of construction of the tidal power plant is high, maintenance costs are relatively low. ഒരു ടൈഡൽ പവർ പ്ലാന്റ് ആദ്യം തുടങ്ങി അത് പണിത് തുടങ്ങണമെങ്കിലുള്ള ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഹൈ ആണെങ്കിലും അതിന് മെയിൻ്റനൻസ് കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് ലോ ആണ്. ടൈഡൽ എനർജി ഡസ് നോട്ട് റിക്വയർ എനി കൈൻഡ് ഓഫ് ഫ്യൂവൽ ടു റൺ. ഇതിന് സ്റ്റാർട്ട് ചെയ്യിക്കാനോ ഇതിൽ പ്രവർത്തിപ്പിക്കാനോ നമുക്ക് ടർബൈനെ കറക്കി തുടങ്ങാനോ ഒരു ഫ്യൂവലിൻ്റെയും ആവശ്യമില്ല. സീ വാട്ടറിൻ്റെ ഒഴുക്കനുസരിച്ച് ഇത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. The life of tidal energy power plant is very long. Okay. അപ്പോൾ ഇങ്ങനത്തെ ടൈഡൽ പവർ പ്ലാന്റ്സ് കുറേ വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഒരു 4-5 വർഷമോ 10 വർഷമോ ഒന്നല്ല, അത് വളരെയധികം വർഷങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. The energy density of the tidal energy is relatively higher than other renewable energy resources. Okay. അപ്പോൾ ടൈഡൽ എനർജിയിൽ ഇരിക്കുന്ന എനർജിയുടെ ശതമാനം ബാക്കി എനർജി സോഴ്സസിനേക്കാളും കൂടുതലാണ്. Now let's see what are the disadvantages. ഏതൊരു സിസ്റ്റം ആയാലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. The cost of construction of the tidal power plant is high. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അതിനൊരു കുറച്ച് നല്ലൊരു മുതൽ നമ്മൾ ആദ്യം ഇറക്കേണ്ടി വരും. There are very few ideal locations for construction of the power plant that are localized to coastal regions only. Tidal power plants നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഇനീഷ്യൽ കോസ്റ്റ് വേണ്ടി വരും. കൂടാതെ എവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളത് എർത്ത് സർഫസിൽ കോസ്റ്റൽ റീജിയൻസിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ടൈഡൽ റേഞ്ച് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ കുറച്ച് ലൊക്കേഷൻസിൽ മാത്രമാണ് നമുക്ക് ഐഡിയലി ഇത് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. The intensity of sea waves is unpredictable and there can be damage to power generation units. നമ്മൾ ടൈഡൽ പവർ പ്ലാന്റ് നമ്മുടെ സീഷോറിലാണ്, നമ്മുടെ കോസ്റ്റൽ റീജിയൻസിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും കടലിലെ തിരമാലകൾ വന്ന് ഇതുമ അടിച്ചടിച്ച് ഇതിനെ ചിലപ്പോൾ നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്ട്രോങ് സീ വേവ്സ് ഉള്ള സ്ഥലങ്ങളിലും നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. It influences the aquatic life adversely and can disrupt migration of fish. നമ്മളിപ്പോൾ ടൈഡൽ പവർ പ്ലാന്റ്സ് മെയിനായിട്ട് എസ്റ്ററീസ് അല്ലെങ്കിൽ ലാൻഡിലേക്ക് ഏതെങ്കിലും ഇൻലെറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെയാണ് സ്ഥാപിക്കുക അല്ലേ? അവിടെയാണ് ശരിക്കും അവിടുത്തെ പൊസിഷനിലാണ് യൂഷ്വലി മീൻ നന്നായി വളരാം. നല്ലൊരു വാം ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഡാമുകൾ പണിയുമ്പോൾ അവിടുത്തെ മീനിൻ്റെ ഹാബിറ്റാറ്റിനെ നശിപ്പിക്കുന്നു. ദെൻ പുഴയിലേക്ക് നീന്തുന്ന മീൻ അവരുടെ ആ ഒരു മൈഗ്രേഷനെ നമ്മൾ എഫക്റ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സിന് മെറൈൻ ലൈഫിന് അവിടെ എഫക്റ്റഡ് ആകുന്നുണ്ട്. The actual generation is for a short period of time. Tides only happen twice a day, so electricity can be produced only for that time. കൂടാതെ നമുക്ക് ഇത് കംപ്ലീറ്റ് പീരീഡ് ഒരു ഹോൾ ഡേ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ല. എപ്പോഴാണ് വേലിയിറക്കമുള്ളത്, എപ്പോഴാണ് വേലിയേറ്റമുള്ളത്, ആ സമയങ്ങൾക്ക് അനുയോജ്യമായി നോക്കിയിട്ട് വേണം ടൈഡൽ പവർ പ്ലാന്റിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്. Frozen sea, low or weak tides, straight shorelines, low tidal rise or fall are some of the obstructions. ഇങ്ങനെ ടൈഡൽ പവർ പ്ലാന്റ് പണിതിട്ട് അവിടുത്തെ കടൽ വെള്ളം ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ടൈഡുകളുടെ വേലിയിറക്കം കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കുറഞ്ഞാൽ, അല്ലെങ്കിൽ ആ തീരപ്രദേശത്തിൻ്റെ നേച്ചർ ഭയങ്കര പരന്ന ഒരു കടൽ തീരമാണെങ്കിൽ അതൊക്കെ ഈ പറയുന്ന ടൈഡൽ പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിന് ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ നല്ല ഹൈ ടൈഡൽ റേഞ്ച് വരുന്നുണ്ടെങ്കിലും അവിടെ കോൾഡ് പീരീഡ്സിൽ വിൻ്റർ സീസൺസിലൊക്കെ വെള്ളം ഫ്രീസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ടൈഡ്സിൻ്റെ അളവ് കുറയും. This technology is still not cost effective and more technological advancements are required to make it commercially viable. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. Okay. Usually, the places where tidal energy is produced are far away from the places where it is consumed. So, this transmission is expensive and difficult. Okay. ഇപ്പോൾ ടൈഡൽ പവർ പ്ലാന്റിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിൽ ഒന്നല്ല അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റീനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ദൂരെ ഇൻലാൻഡിലേക്ക് നമ്മൾ കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷൻ ലോസ് വരും. അപ്പോൾ ഈ ലോസ് ഇല്ലാണ്ട് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കൂടുതൽ ബാറ്ററികൾ, വില കൂടിയ മെഷീനറി ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം പിന്നെയും നമുക്കത് വേറെ സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിപ്പിക്കണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വീണ്ടും കൂടും. ഓക്കെ. Now this was a overview about the tidal energy. Let's look into the next type of ocean energy, wave energy. Now, how do waves originate? The differential warming of the earth causes pressure differences in the atmosphere which generate winds. Earth surface തന്നെ ഇക്വേറ്ററിൽ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ. എയർ തന്നെ നല്ല ചൂടായിരിക്കും. കാരണം സൂര്യരശ്മികൾ കൂടുതൽ അവിടെ വന്ന് വീഴുന്നത്. നേരെ മറിച്ച് പോളാർ റീജിയൻസിൽ സൂര്യരശ്മികൾ കൂടുതൽ എത്തുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും. കോൾഡ് എയർ ആയിരിക്കും അവിടെ. എയറിൽ ഇങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വിൻഡ്സ് ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ വിൻഡ് എനർജിയിൽ നമ്മൾ കണ്ടിരുന്നു വിൻഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇക്വേറ്ററിലുള്ള ഹോട്ട് എയർ പൊന്തി മേലേക്കൂടെ പോളാർ റീജിയൻസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ പോളാർ റീജിയൻസിലുള്ള കോൾഡ് എയർ താഴേക്കൂടെ എർത്ത് സർഫസിൻ്റെ മേലേക്കൂടെ ലോവർ ഹൈറ്റ്സിൽ ഇക്വേറ്ററിലേക്ക് ഒഴുകുന്നു. അങ്ങനെ നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലൊരു പോൾ ടു ഇക്വേറ്റർ വിൻഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അങ്ങനെ വിൻഡ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ they move across the surface of open bodies of water and transfer some of the energy to the water and create waves. ഇങ്ങനെ വിൻഡ്സ് വാട്ടർ സർഫസിൻ്റെ മേലെ കൂടെ വീശുമ്പോൾ വിൻഡിൻ്റെ എനർജി വാട്ടറിലേക്ക് കൊടുക്കുന്നു, അല്ലേ? നമ്മളപ്പോൾ വെള്ളത്തിന് മേലെ കൂടെ ഊതുമ്പോൾ വെള്ളം നീങ്ങുന്നില്ലേ? അപ്പോൾ നമ്മൾ ആ ഊതുന്നതിൻ്റെ എനർജി കിട്ടിയിട്ടാണ് വെള്ളം നീങ്ങുന്നത്. So when the winds flow over the water surface, the water also moves, it takes some energy and forms waves. The amount of energy transferred to the waves and the size of the resulting waves depend on the wind speed, the length of time for which the wind blows and the distance over which the wind blows. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന വേവ്സിൻ്റെ സ്പീഡും വേവ്സിൻ്റെ ഹൈറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വിൻഡ് സ്പീഡുമാണ്. വരുന്ന വിൻഡിൻ്റെ സ്പീഡ് എത്രയാണ്, എത്ര നേരത്തേക്ക് ആ വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട്, എത്ര ദൂരം ആ വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ട് എന്നതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ്. Therefore, coasts that have exposure to prevailing wind direction and that face long expanses of open ocean have the greatest wave energy levels. അപ്പം നമുക്ക് ഏറ്റവും വലിയ വേവ്സ് വന്നാലാണ് അതിനെ നമുക്ക് ഉപയോഗിച്ച് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കടൽ തീരങ്ങളിൽ വിൻഡിനെ ഫേസ് ചെയ്തിട്ടുള്ള കടൽ തീരമാണെങ്കിൽ, പിന്നെ വളരെ ദൂരത്തേക്ക് ഓഷൻ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന കടൽ തീരമാണെങ്കിൽ, അങ്ങനത്തെ ഏരിയാസിലാണ് നമുക്ക് വേവ് എനർജി മാക്സിമം കിട്ടുക. അവിടെയാണ് നമുക്ക് വേവ് എനർജി പ്ലാന്റ്സ് അല്ലെങ്കിൽ വേവ് എനർജി കൺവേർട്ടേഴ്സ് വെക്കാൻ പറ്റും. വേവ് എനർജി മാക്സിമം ആയിട്ടുള്ള ലൊക്കേഷൻസ് കാണിക്കുന്ന ഒരു മാപ്പാണിത്. ദ സ്ട്രോങ്ങസ്റ്റ് വിൻഡ്സ് ബ്ലോ ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഇൻ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ എർത്ത് സർഫസിൽ 30 ഡിഗ്രി 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിലൊക്കെയാണ് ഈ റീജിയൻസ്, ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയാണ് മാക്സിമം സ്ട്രെങ്ത്തിൽ വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അതും ഈ പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് the western coastlines at these latitudes experience the most powerful waves. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ വെസ്റ്റ് കോസ്റ്റ് കണ്ടോ, ഈ കോസ്റ്റിലാണ് നമുക്ക് മാക്സിമം
പവർഫുൾ വേവ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. വെസ്റ്റ് കോസ്റ്റിലാണ് കണ്ടോ, ഈ വെസ്റ്റ് കോസ്റ്റിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. Now let us see what we mean by wave energy conversion devices. Now the devices that are used to convert the energy in the waves to electricity is called wave energy conversion devices. And to extract the wave energy, these devices has 2 or more bodies that move relative to each other while at least one body interacts with the waves. Okay, അപ്പോൾ ഈ കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുന്നത് 2-3 യൂണിറ്റുകളായിരിക്കും. ഓക്കെ, 2-3 സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇതൊക്കെ ഒന്നിന് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൺ അനദർ ദേ ആർ ഓൾ മൂവിങ്. ഇപ്പോൾ ഒരെണ്ണം താഴേക്ക് മൂവ് ചെയ്താൽ മറ്റത് മേലേക്കായിരിക്കും മൂവ് ചെയ്യുക, അല്ലേ? വേവ്സ് പറഞ്ഞതിനനുസരിച്ച് ഇതിങ്ങനെ പൊന്തിയും താണും ഈ 2-3 ബോഡീസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ബോഡി എപ്പോഴും വെള്ളത്തിൽ തൊട്ടിരിക്കുന്നുണ്ടാവണം. ഓക്കെ. Now the types of wave energy conversion devices are wave energy conversion by floats, high level reservoir wave machine, dolphin type wave power machine. Let us look into them. The wave energy conversion by floats. In this we have a buoy or a float. Okay, buoy spelling is BUOY. Okay, അപ്പോൾ ഈ ഫ്ലോട്ട്സിൽ ഒരു സെൻട്രൽ ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് ഫ്ലോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കുറച്ച് ഫ്ലോട്ടേഷൻ ടാങ്ക്സ് ഉണ്ടാവും. ഫ്ലോട്ടിംഗ് ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ എയർ ബാഗുകളാണ്, വലിയ എയർ ബാഗുകളാണ്, എയർ നിറച്ചിരിക്കുന്ന ബാഗുകളാണ്. ഓക്കെ, പിന്നെ അതിന് സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടിയുള്ളൊരു ഹെവി പ്ലേറ്റ് ഉണ്ടാവും, നേരെ നിർത്താൻ വേണ്ടിയുള്ളൊരു ഹെവി പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ തിരമാല വരുന്നതിനനുസരിച്ച് ഈ ഫ്ലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? തിരമാല വരുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൻ പൊന്തിയും താഴും ഇരിക്കും. വേവ് വരുന്നതിനനുസരിച്ച്, വേവ് ഇങ്ങനെ പൊന്തിയും താഴുന്നതിനനുസരിച്ച് പിസ്റ്റൻ പൊന്തുന്നു താഴുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിസ്റ്റൻ്റെ ഉള്ളിലുള്ളത് ഒരു എയർ വാൽവാണ്. ഓക്കെ, അപ്പോൾ ഈ എയറിലേക്ക് പിസ്റ്റൺ പൊന്തുമ്പോൾ എയർ വലിച്ചു എടുക്കുന്നു, പിസ്റ്റൺ താഴുമ്പോൾ എയർ തള്ളുന്നു. ഈ ടാങ്കുകളിലേക്കാണ് എയറിനെ ഇങ്ങനെ പുഷ് ചെയ്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കുകളിലേക്ക് എയർ പ്രഷറൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റോർഡ് പ്രഷറൈസ്ഡ് എയർ ടാങ്കുകൾ വെച്ചിട്ട് നമ്മൾ ഈ ബോയ്സിൽ ഒരു ചിലവില്ലാണ്ട് നമ്മളിങ്ങനെ കുറേ ടാങ്ക്സ്, പ്രഷറൈസ്ഡ് ടാങ്ക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇത് ഊരിയെടുത്ത് ആവശ്യാനുസരണം നമ്മുടെ ജനറേറ്ററിൻ്റെ അടുത്ത്, ടർബൈൻ്റെ അടുത്ത് ഈ എയർ പാസ് ചെയ്ത് വിട്ടാൽ ടർബൈൻ കറങ്ങി നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രഷറൈസ്ഡ് എയർ ടാങ്ക്സ് ആണ്. നമ്മൾ കടൽ തീരത്തേക്ക് ചെന്ന് അവിടെയുള്ള നമ്മുടെ ടർബൈൻ യൂണിറ്റ്സിലേക്കാണ് നമ്മൾ ഈ പ്രഷറൈസ്ഡ് എയർ കടത്തിവിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യിക്കുന്നത്. A float moves up and down with the waves. The underwater flotation tanks stabilize the float. Okay, flotation tanksum ആ ഹെവി പ്ലേറ്റും ആ ബോയ് അല്ലെങ്കിൽ ഫ്ലോട്ട് മറിഞ്ഞു വീഴാണ്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് പിടിച്ചു നിർത്തുന്നു. A piston connected to the float moves up and down with the waves, thereby compressing air into the flotation tanks. The compressed air is used to run an air turbine, which in turn drives the electrical generator used to produce electricity. Now the next type is the high level reservoir wave machine. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ശക്തിയായ തിരമാലകൾ വരുമ്പോൾ ഒരു നമ്മുടെ കടൽ തീരത്ത് ഒരു പൊക്കത്തിൽ നമ്മൾ റിസർവോയർ പണിത് വെക്കാം. ഇപ്പോൾ ശക്തിയായ തിരമാലകൾ വീഴുമ്പോൾ ആ തിരമാലയുടെ ഹൈറ്റ് അനുസരിച്ച് വെള്ളം ഈ റിസർവോയറിലേക്ക് അടിച്ച് കയറാണ്. ഓക്കെ, അപ്പം അത്യാവശ്യം ഹൈറ്റിലേക്ക് വെള്ളം നിറഞ്ഞ് ആ റിസർവോയർ നിറയുമ്പോൾ റിസർവോയർ പതുക്കെ നമ്മൾ തുറന്നു വിടുന്നു. ഒരു ടർബൈൻ ഹൗസിലേക്ക് തുറന്നു വിടുമ്പോൾ ആ ടർബൈൻ വെള്ളം ഒഴുകുന്നതിനനുസരിച്ച് ടർബൈൻ കറങ്ങി അവിടെ നിന്ന് ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദ വാട്ടർ ഇസ് എലവേറ്റഡ് ടു എ റിസർവോയർ അബൌവ് ദ വേവ് ജനറേറ്റർ. വാട്ടർ ഫ്രം ദ വേവ്സ് ഇസ് എലവേറ്റഡ്, മേലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഒരു റിസർവോയറിൽ. Water in the reservoir is made to flow through a turbine connected to the electrical generator. Then it produces electricity.
Now the next type of wave energy conversion device is the dolphin type wave power machine. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലൊരു ഡോൾഫിൻ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ കടലിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു വലിയൊരു ടോൾ സ്ട്രക്ചർ പണിതിട്ട് അവിടെ നമ്മളൊരു റോഡ് വെച്ചിട്ട് ഒരു ഫ്ലോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ. ഈ ഫ്ലോട്ട് തിരമാല പൊന്തി താഴ്ന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ, റോൾ ചെയ്യും അല്ലേ, ഇങ്ങനെ റോൾ ചെയ്യും. കൂടാതെ ഇങ്ങനെ റോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കണക്റ്റിംഗ് റോഡും മേലെയും താഴെയും ഇങ്ങനെ പൊന്തില്ലേ. അപ്പം ഇത് ഈ പൊസിഷനനുസരിച്ച് ഇതിങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റോളിങ് ആൻഡ് റിവോൾവിങ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്, ഇങ്ങനെ മൂവ് ചെയ്യണതിന് വെച്ചിട്ടാണ് നമ്മളിതിന്ന് ടർബൈൻ കറക്കിക്കുന്നത്. So this consists of a dolphin, ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡോൾഫിൻ എന്ന് പറയാം. Then a float, a connecting rod and 2 electrical generators. The rolling motion and revolving motion of the float is converted into rotating motion that drive the electrical generators to produce electricity. Okay. ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ ഇങ്ങനെ റോൾ ചെയ്യുന്ന മോഷനും ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഇങ്ങനെ റിവോൾവിങ് മോഷനും വെച്ചിട്ട്, റിവോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിന് അപ്പുറം ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് റിവോൾവ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മോഷൻ വെച്ചിട്ട് ഇവിടെ നമ്മൾ ജനറേറ്റർ ഇങ്ങനെ കറക്കിക്കുന്നു. കറങ്ങിക്കഴിഞ്ഞാൽ ടർബൈൻ കറക്കിക്കുന്നു. ടർബൈൻ കറക്കിയാൽ അതിൽ നിന്ന് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. So this was an overview on how we can get energy from oceans. Vast amount of ഓഷ്യൻ വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. ഓഷ്യൻ എനർജിയും വളരെ ലാർജ് എമൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ പറയുന്ന പല ടെക്നിക്സ് വഴി, ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ വഴി, ഓട്ടെക് സിസ്റ്റം വഴി, അല്ലെങ്കിൽ ടൈഡൽ പവർ പ്ലാന്റ്സ് വഴി, അല്ലെങ്കിൽ വേവ് കൺവേർഷൻ ഡിവൈസസ് വഴി നമുക്ക് ഓഷ്യൻ എനർജീനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. That's all for today's class. Thank you.